അറിയേണ്ടത് ഇന്ന് എന്തായാലും ഈ ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച ചർച്ചയാകും. പാർട്ടി ഒരു നടപടിയിലേക്ക് പോകുന്നതിന് മുൻപ് സ്വയം രാജി, അങ്ങനെയാണോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം കരുതേണ്ടത്. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത കാലത്ത് EP ജയരാജൻ ഈ പാർട്ടിയെ കൊണ്ടുചെന്ന് എത്തിച്ച പ്രതിസന്ധി വളരെ വലുതാണ്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് TP ചന്ദ്രശേഖരൻ്റെ വീട്ടിൽ VS അച്യുതാനന്ദൻ എത്തി ഭാര്യയെ കണ്ടിരുന്നു. അത് CPM-ന് പാർട്ടിയിൽ അല്ലെങ്കിൽ ആ തിരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടാക്കിയ തിരിച്ചടി നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ അതിന് സമാനമായ രീതിയിലുള്ളൊരു പ്രതിസന്ധിയാണ് തെരഞ്ഞെടുപ്പിൻ്റെ ആ ദിവസം EP ജയരാജൻ CPM-ന് ഉണ്ടാക്കിയത്. ആ വിഷയമൊക്കെ തന്നെ CPM-നെ വല്ലാതെ തന്നെ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി. തുടർന്ന് പല ഘട്ടങ്ങളിലും പാർട്ടിയുടെ നേതൃയോഗങ്ങളിലും ഈ കാര്യങ്ങളൊക്കെ തന്നെ പല നേതാക്കളും ഉന്നയിച്ചു. EP ജയരാജൻ ഇതാദ്യമായിട്ട് അല്ല പാർട്ടി പ്രതിസന്ധിയിലേക്ക് ആക്കുന്നത്. പണ്ട് ഈ ലോട്ടറി മാഫിയ തലവൻ സാന്റിയാഗോ മാർട്ടിനുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുമായിട്ടുള്ള ആക്ഷേപമുണ്ടായിരുന്നു. അതിനുശേഷം വ്യവസായ മന്ത്രിയായിരിക്കെ ബന്ധു നിയമന വിവാദവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. അങ്ങനെ അടിക്കടി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ EP ജയരാജൻ മുന്നിൽ നിൽക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതൊക്കെ തന്നെ പാർട്ടിക്ക് വലിയ രീതിയിൽ പ്രതിരോധിച്ച് മുന്നോട്ട് പോകാനും കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടെല്ലാം തന്നെ വലിയ അമർഷം കേന്ദ്ര കമ്മിറ്റിക്കും അതോടൊപ്പം തന്നെ സംസ്ഥാന നേതൃത്വത്തിനുമൊക്കെ EP ജയരാജൻ്റെ ഈ പ്രവർത്തികളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ തിരുത്തൽ നടപടികളുടെ ഭാഗമായി CPM മുന്നോട്ട് പോകും എന്ന് തീരുമാനിച്ച നേതൃയോഗങ്ങൾക്ക് ശേഷം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ EP ജയരാജൻ്റെ വിഷയം ചർച്ചയായോ എന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് അടഞ്ഞ അധ്യായമാണോ, ഇനി നടപടിയൊന്നുമില്ല എന്ന് ചോദിക്കുമ്പോൾ അത് അടഞ്ഞ അധ്യായമല്ല എന്ന് അദ്ദേഹം കൃത്യമായി തന്നെ അന്ന് തന്നെ മറുപടി പറഞ്ഞതാണ്. പറഞ്ഞ MV ഗോവിന്ദന്റെ പ്രതികരണം നമുക്കതൊന്ന് കേട്ടിട്ട് ഞാൻ സ്റ്റെഫനിലേക്ക് മടങ്ങി വരാം. ഇല്ല, അത് സംബന്ധിച്ച് എല്ലാം ഉള്ള തീരുമാനത്തിലേക്ക് നമ്മളിപ്പോൾ സംഘടന ഞാൻ പറഞ്ഞില്ലേ, സംഘടനാപരമായിട്ട് അടുത്ത കമ്മിറ്റിയിൽ മാത്രമേ കാര്യങ്ങളൊക്കെ തീരുമാനിക്കൂ. അതിലേക്ക് ഞങ്ങൾ ആ ചർച്ചയിലേക്കും പോയിട്ടില്ല. ഞങ്ങളിപ്പോൾ ഈ ഗവൺമെൻറ്റുമായിട്ട് വന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് കൈകാര്യം ചെയ്തത്. മറ്റു കാര്യങ്ങളൊക്കെ പിന്നീട് ഞാൻ ചർച്ച ചെയ്ത് ഇതിൻ്റെ എല്ലാം ഒപ്പം ചേർന്ന് കൊണ്ടുപോകേണ്ടതില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. അടഞ്ഞ അധ്യായങ്ങൾ പിന്നെ ചർച്ച ചെയ്ത് പറയേണ്ട കാര്യമില്ല. അടഞ്ഞിട്ടില്ല. ദല്ലാൽ നന്ദകുമാറിനെ പോലുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ അത് അവസാനിപ്പിക്കുക തന്നെ വേണം എന്നാണ് സെക്രട്ടേറിയറ്റ് കാണുന്നത്. നന്ദകുമാറുമായിട്ടുള്ള ബന്ധം ഉൾപ്പെടെ മുമ്പേ അവസാനിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് സഖാവ് ജയരാജനും ചൂണ്ടിക്കാണിച്ചത്. ഇത്തരം തെറ്റായ നിലപാടുകളെയും സമീപനങ്ങളെയും ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുന്നതിനും നിയമപരമായ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും. അങ്ങനെ സ്വീകരിക്കുന്നതിന് സഖാവ് ജയരാജനെ പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത്തരം കേസ് സംബന്ധമായ കാര്യങ്ങളും കൈകാര്യം ചെയ്യണമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് പാർട്ടി സെക്രട്ടറിയുടെ പ്രതികരണം. ഇതായിരുന്നു ജാവദേക്കറുമായുള്ള EP ജയരാജന്റെ കൂടിക്കാഴ്ചയെ സംബന്ധിച്ച്. സ്റ്റെഫൻ, അപ്പോഴും ഇത്രയും കാലതാമസം എന്തുകൊണ്ട് ഈ ഒരു വിഷയം ചർച്ച ചെയ്യാൻ, അതോടൊപ്പം തന്നെ ഇതിലേക്കൊരു നടപടിയിലേക്ക് പോകാൻ എന്തിന് ഇത്രയും കാലതാമസം? കേന്ദ്ര കമ്മിറ്റി അംഗമായതുകൊണ്ടാണോ EP? തീർച്ചയായിട്ടും ഈ CPM-ന്റെ ഒരു സംഘടനാ രീതി അനുസരിച്ച് ഉള്ള രീതിയിൽ ആണ് ഇപ്പോൾ ഇത് ചർച്ചയ്ക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാലതാമസം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏപ്രിൽ മാസത്തിൽ കഴിഞ്ഞതാണ്, ഇത്രയധികം നീണ്ടുപോയി. പലതരത്തിൽ ഇതിന് പെട്ടെന്ന് തന്നെ ഈ ഒരു നടപടികളിലേക്ക് കടക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു പാർട്ടിയിൽ ഉയർന്നു വന്നിരുന്ന ആ ഒരു തീരുമാനം. അതിൻ്റെയൊക്കെ ഭാഗമായിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു അവസരം കൂടി കുറച്ച് നാൾ കൂടി കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു തീരുമാനത്തിലേക്കൊക്കെ പാർട്ടി എത്തി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ തിരുത്തൽ നടപടികളുടെ ഭാഗമായി ഇത്തരത്തിൽ ഉള്ള യാതൊരു കാര്യങ്ങളും പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്ന യാതൊരു കാര്യങ്ങളും വെച്ചു പൊറപ്പിക്കില്ല എന്നുള്ള കാര്യം അന്ന് തന്നെ പാർട്ടി നേതൃത്വം വ്യക്തമാക്കിയിരുന്നു. അതായത് പ്രത്യേകിച്ചും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായുള്ള MV ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ ഒരു ഭാഗമായി കൂടി വേണം EP ജയരാജൻ്റെ ഈ പുറത്തോട്ട് പോക്കിനെ നമുക്ക് കാണേണ്ടത്. ഇനി ഏറ്റവും പ്രധാനമായും അറിയേണ്ടത് ഈ സ്ഥാനത്തേക്ക് പകരം ആര് വരും എന്നുള്ളതാണ്. അതാണ് ഇനി ഏറെ സജീവ ചർച്ചയാകാൻ പോകുന്നത്. ഒപ്പം EP ജയരാജനെ സംബന്ധിച്ചിടത്തോളം കടുത്ത ഒരു അതൃപ്തി അദ്ദേഹത്തിന് ഈ പാർട്ടിയിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. മുൻപും ഈ MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയപ്പോൾ മുതൽ അറിയേണ്ടതുണ്ട്.